ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രോപ്പർ ഡേ ഇൻ മൈ ലൈഫ് ടൈപ്പ് വീഡിയോ ഒന്നുമല്ല. നമ്മുടെ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെറായി ബീച്ചിൽ പോവാണ്. അപ്പോൾ അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് കരുതി. ഈ ഒരു കൊച്ചു ഷോപ്പ് ഞങ്ങൾക്ക് വെരി ക്ലോസ് ടു അസ് ആട്ടോ. 100 ഗ്രാം ചിക്കൻ ഫ്രൈ 40 രൂപയ്ക്ക് കിട്ടുന്ന ചെറായി ജംഗ്ഷനിലുള്ളൊരു കടയാണ്. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടുന്ന് ചിക്കൻ വാങ്ങിയിട്ടാണ് ചെറായി ബീച്ചിലേക്ക് പോവാറ്. ആൻഡ് ഞങ്ങളെക്കാൾ കൂടുതൽ ആ ചിക്കൻ്റെ ഫാൻ വേറൊരാളാണ്. അതാണ് ഞങ്ങളുടെ ഏതപ്പൻ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ മഴ സമയത്തായിരുന്നു. ആ സമയത്ത് ഈ കല്ല് കിടക്കുന്ന അവിടം വരെ കടൽ കയറി കിടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം മണ്ണൊന്നും തീരെ ഒരു ബീച്ച് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ നന്നായിട്ട് കടൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങൾ ചിക്കൻ ട്രൈ ചെയ്തു. ട്രൈ അല്ല, ഞങ്ങൾ ഓൾറെഡി ഇടയ്ക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടെംപ്റ്റിംഗ് ലുക്ക് പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. അതിന് വെള്ളത്തിൽ ഇറങ്ങാൻ താല്പര്യമില്ല, അവൻ ഇറങ്ങാറില്ല. മണ്ണിലാണ് കളിക്കാറ്. മണ്ണ് വാരിയൊക്കെ ഇങ്ങനെ കളിക്കും. കുറേ നേരം കളിച്ച് മതിയാവുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകും. തിരിച്ച് വരുന്ന വഴി ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടി. നല്ല മഴ. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ കോട്ടും ഉണ്ടായിരുന്നില്ല. പകുതി വഴിയല്ല, ആക്ച്വലി വീടെത്താനൊരു 10 മിനിറ്റ് താഴെ മതിയായിരുന്നു. അപ്പോഴേക്കും മഴ പെയ്തു, നല്ല മഴ. അത് മാറുന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ഒരു ബാങ്കിൻ്റെ ഫ്രണ്ടിൽ അവിടെ കുത്തിയിരുന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റിയത്. നെക്സ്റ്റ് ഡേ ഞാനും ഏതനും കൂടെ ഒരു സ്ഥലത്ത് പോവാണ്. ഗുരുവായൂരേക്കാണ് യാത്ര. അവിടെ അമ്പലത്തിലും പരിസരത്തൊക്കെ വീഡിയോ എടുക്കുന്നതൊക്കെ കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണല്ലോ. അവിടെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കരുത് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്ലിപ്പുകൾ മാത്രം, ഈ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ നിന്നുള്ള കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് വേറൊരു ദിവസം ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളൊരു ലൊക്കേഷനിൽ പോയതാണ്. ഇതിന് ആക്ച്വലി എന്താ പറയാന്ന് എനിക്കറിയില്ല. കുറച്ച് പ്ലേ ഏരിയ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലേ ഏരിയയും ഒരു കഫറ്റേരിയ പോലൊരു സ്ഥലവും നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു നല്ലൊരു സ്ഥലമാണ്. ഇവിടെയും മഴ ഞങ്ങളെ ചതിച്ചായിരുന്നു. കുറേ നേരം ആ ഒരു ട്രീ ഹൗസിൻ്റെ മുകളിൽ മഴയത്ത് അവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് പിന്നെ മഴ മാറി പുറത്തേക്കൊക്കെ ഇറങ്ങി. ഏതിന് ബോട്ടിങ് ചെയ്യണം എന്നുള്ള ആവശ്യമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഏതിന് ബോട്ടിങ് ചെയ്യാൻ പറ്റിയ എന്തായാലും. ചിരിച്ചിരുന്നോ? നമ്മ ചിരിച്ചിരുന്നോ? കോൺസെൻട്രേഷൻ ആണത്. ഫ്രണ്ടിലോട്ട് അവൻ്റെ മുഖം കണ്ടിട്ട് വല്ലാതെ പേടിച്ചിരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. ഇവിടെ ഒരു പ്യൂപ്പ ഉണ്ടായിരുന്നു. ആ പ്യൂപ്പ വിരിഞ്ഞ് അതിൻ്റെ ബട്ടർഫ്ലൈ പുറത്ത് വന്നിട്ടുണ്ട്. സോ നേരം വെളുത്ത് വരുമ്പോൾ തന്നെ കണ്ട കാഴ്ച അതാണ്. ആൻഡ് ഏതിൻ്റെ ഒരു ബബിൾ ബാത്താണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
is the bubble bath we have. ഇത് ബബിൾ ബാറ്റ്. ഐ ഐ ഐ ഐ ഐ ലലലോ ലലലോ. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുടയൊക്കെ പിടിച്ച് ഞങ്ങൾ പോകുന്നത് പോളിയോ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇന്ന് പോളിയോ ഡേ ആയിരുന്നു. അപ്പോൾ പോളിയോ കുടിക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയ മൂഡിലൊന്നും അല്ല. അത് കാരണം കുടയൊക്കെ വഴിയിൽ വലിച്ചെറിഞ്ഞ് വലിയ ആറ്റിറ്റ്യൂഡും ഡിമാൻഡൊക്കെ കാണിച്ചാണ് പോകുന്നത്. പിന്നെ മരുന്ന് കുടിക്കാൻ അത്ര വലിയ അങ്ങനെ മടിയൊന്നുമില്ല കേട്ടോ. ചെറിയൊരു ദേഷ്യം ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവൻ കുടിച്ചോളും. ആ ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. വേഗം തന്നെ കൊടുത്തതൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു. ഏതപ്പന് യൂഷ്വലി നമ്മൾ ഈ ഫെമിനൈൻ ആയിട്ട് പണ്ട് മുതലേ പറഞ്ഞു വെച്ചിരിക്കുന്ന പണികളൊക്കെ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. വീടിൻ്റെ അടുത്ത് തൊഴിലുറപ്പുകാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചായ കൊടുക്കാനും ഒക്കെ ആള് മുന്നിൽ നിന്നിരുന്നു. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴും ക്ലീൻ ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ കൂടെ അവനും കൂടാറുണ്ട്. അവൻ അതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ട് അവർക്ക് ഇരിക്കാനാണ് എന്ന് പറഞ്ഞ് ഒരു പായയും എടുത്തുകൊണ്ട് പോയി. പറയാനുള്ള മടി കാരണം അവൻ അതിൽ ഇരിക്കുക എന്ന് അവൻ പറഞ്ഞില്ല. ലാസ്റ്റ് അവൻ തന്നെ അതിൽ കയറി കിടന്ന് ഉരുണ്ട് കുറച്ചു നേരം അവിടെ കിടന്നിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വന്നത്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഇതുപോലെ അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം.